അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങി പിണറായി സർക്കാർ. ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ സംഘടിപ്പിച്ചാണ് ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുക. വിഷൻ 2031 എന്ന പേരിൽ കൊച്ചിയിലാണ് പരിപാടി. 1500-ലധികം പേരെ പരിപാടിയിൽ എത്തിക്കാനാണ് നീക്കം. ക്രിസ്ത്യൻ വിഭാഗത്തെ സംഘടിപ്പിക്കാനുള്ള ചുമതല KJ മാക്സി MLA നൽകി തീരുമാനമെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, കൃത്യമാണ് അജണ്ട. ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം അത് തന്നെയാണ് സർക്കാർ ഇതിലൂടെ ഉന്നമിടുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എത്രത്തോളം ഗംഭീരമായി ഈ പരിപാടി നടത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം? ശ്യാം, തീർച്ചയായും വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അതായത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു ന്യൂനപക്ഷ സംഗമം എന്നൊരു ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമം വിവാദമായതിനു പിന്നാലെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാനായി സർക്കാർ ഒരുങ്ങുന്നത്. അടുത്ത മാസം 20-നുള്ളിൽ എന്നാണ് പറയുന്നത്. കൃത്യമായ ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഒക്ടോബർ 16 എന്നൊരു ഡേറ്റ് പറയുന്നുണ്ട്. എങ്കിലും ഒക്ടോബർ 20-നുള്ളിൽ കൊച്ചിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള നീക്കമാണ്. ഇതിൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ സംഘടിപ്പിക്കാനായി സർക്കാർ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കൊച്ചി MLA KJ മാക്സിക്കാണ്. ഒപ്പം തന്നെ ഈ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആളുകളെ കൂടി ഏകോപിപ്പിച്ച് ന്യൂനപക്ഷ സംഗമം, അതായത് സർക്കാർ ഈ ന്യൂനപക്ഷങ്ങൾക്ക് കൂടി ഒപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ വിഷൻ 2031 എന്ന വളരെ പ്രഖ്യാപിതമായ ഒരു നയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷൻ 2031 മറ്റുള്ളവർക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് സർക്കാർ തന്നെ പറഞ്ഞു വെക്കുകയാണ്. ഈ വിഷൻ 2031 എന്ന് പറയുമ്പോൾ ഈ 2031 ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്, അവരുടെ വികസനം ഏത് തരത്തിലായിരിക്കണം, അവർ എങ്ങനെയായിരിക്കണം, ന്യൂനപക്ഷ വിഭാഗങ്ങൾ 2031 എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷൻ 2031 എന്നുള്ള ഒരു പേര് ഈ ഒരു സംഗമത്തിന് നൽകിയിരിക്കുന്നത്. ശ്യാമു പറഞ്ഞതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളെ ഒന്നും ഈ ഒരു കാര്യത്തിൽ പരിഗണിക്കുന്നില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു ഉന്നമനമാണ് 2031 ഉണ്ടാകേണ്ടത്, അത്തരത്തിലാണ് ഈ ഒരു സംഗമത്തിൻ്റെ ആ ഒരു പേര് തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ചുമതല KJ മാക്സി MLA നൽകിയതുപോലെ തന്നെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള, തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു MLA തന്നെയായിരിക്കും ഇത്തരത്തിൽ ഈ മുസ്ലിം വിഭാഗങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഒരു ചുമതല നൽകുക. എന്തായാലും കൃത്യമായി അതാരാണ് എന്നൊരു പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ തന്നെ ഒരാൾക്കായിരിക്കും ഈ ചുമതല നൽകുക. ഈ മുസ്ലിം വിഭാഗത്തിലെ സാമുദായിക നേതാക്കളെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങളെയും ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സർക്കാർ ഒപ്പം നിർത്തുന്നു, അവരെയും പരിഗണിക്കുന്നു. ആ ഒരു കാര്യം വരുത്തി തീർക്കുക എന്നത് തന്നെയാണ് തീർച്ചയായും ഈ ഒരു ന്യൂനപക്ഷ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ കൊച്ചിയിലെ ഏതെങ്കിലും ഒരു വേദിയിലായിരിക്കും ഒക്ടോബർ 20-ന് മുമ്പായി ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുന്നത്. ശ്യാം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രിസ്തീയ രക്തം എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി നടക്കുന്ന സഖാക്കളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്താൻ ഊർജ്ജസ്വലരായി ഓടി നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.